ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ജൂലൈ 1 മുതലാണ് സൈറ്റ് പോർട്ടലിൽ ഈ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. www.sgou.ac.in എന്നുള്ള സൈറ്റ് ത്രൂ തന്നെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിന്റെ നടക്കുന്നത്. വേറെ ഒരു സൈറ്റ് വഴിയും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം യൂണിവേഴ്സിറ്റി എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സ്കാമിലും പോയി പെടാതിരിക്കാനാണ് അത് പ്രത്യേകം പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളത്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ദിവസങ്ങളിലായിട്ട് ഫ്യൂച്ചർ പ്ലസിന്റെ ഈ ഒരു ചാനലിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഓരോ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോനെ പറയുന്നത്. വിച്ച് മീൻസ്, അതായത് നമ്മളിപ്പോ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉള്ള സംശയങ്ങളാണ് ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള പ്രോസ്പെക്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്നും പറഞ്ഞു തരുന്ന പോലെ നമുക്കത് ആവില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ പർട്ടിക്കുലർ കോഴ്സിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും, അതിന്റെ ഡ്യൂറേഷനെ കുറിച്ചും അതിന്റെ സിലബസിനെ കുറിച്ചും അതിന്റെ എലിജിബിലിറ്റിയും അതിന്റെ ഫീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം മുതൽ യൂണിവേഴ്സിറ്റിയിൽ FYUGP പ്രകാരം ആക്കിയിട്ടുള്ള കുറച്ചധികം കോഴ്സുകളുണ്ട്. FYUGP എന്ന് പറയുന്നത് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ളതാണ്. ഈ 4 വർഷത്തെ UG പ്രോഗ്രാം അവരുടെ ഏകദേശം 15ഓളം UG പ്രോഗ്രാമുകളിൽ നിന്നും കുറച്ച് അധികം കോഴ്സുകൾ, അതായത് 6ഓളം കോഴ്സുകളാണ് അവർ 4 വർഷത്തെ ഓണേഴ്സ് ബിരുദത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതെല്ലാം നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇന്ന് നമ്മൾ പർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിസ്റ്ററി പ്രോഗ്രാമിനെ കുറിച്ചാണ്. ചരിത്രം പഠിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും അല്ലെ. ചരിത്രം പഠിച്ച് അതിന്റെ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് ടീച്ചിങ്ങിലേക്കൊക്കെ പോകാനാണ് കുറെ കുട്ടികൾക്ക് താല്പര്യം. അതുപോലെ തന്നെ മറ്റൊരുപാട് ജോലികളിൽ, PSC ജോലികളിലേക്കൊക്കെ ഈ ഹിസ്റ്ററി കഴിഞ്ഞവരെ ആക്ച്വലി വിളിക്കുന്നുണ്ട്. അപ്പം കൂടുതലും ഇപ്പോൾ അധികമായിട്ട് ഈ ആർക്കിയോളജി പോലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചരിത്രം ബിരുദം എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ BA ഹിസ്റ്ററി ഓണേഴ്സ് 4 വർഷത്തെ ബിരുദമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. നമുക്ക് സൈറ്റിൽ തന്നെ, ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. കരിക്കുലത്തെ കുറിച്ചും അവരുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം സൈറ്റിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് താഴത്തേക്ക് വരുമ്പം ഈ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. അതിലിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. FYUGP അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഷോർട്ട് ടേം കോഴ്സ് എന്നുള്ളതിൽ. അതിൽ FYUGP നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BA ഹിസ്റ്ററി ഓണേഴ്സിനെ കുറിച്ച് അറിയാൻ കഴിയും. അപ്പൊ ഇതാണ് ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ വ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പം അതിന്റെ യോഗ്യതയെ കുറിച്ച് പറയണം. അതായത് അതിന്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ളത്. ജോയിൻ ചെയ്യാൻ പോകുന്ന ഓരോ കുട്ടികളും അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓക്കെ ആണെന്ന് നോക്കണം. +2 ആണ്, 12ാം ക്ലാസ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. +2 പൂർത്തീകരിച്ച് അതിപ്പോ ഏത് കോഴ്സ് പഠിച്ച, ഏത് സ്ട്രീം പഠിച്ചവർക്കും BA ഹിസ്റ്ററി ഓണേഴ്സ് എടുക്കാവുന്നതാണ്. സയൻസ് പഠിച്ചവർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതോ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് അങ്ങനെ യാതൊരു നിബന്ധനയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. ഓക്കെ, അപ്പം എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കോഴ്സിന്റെ ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, 4 വർഷ ബിരുദ പ്രോഗ്രാം ആണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ്. പിന്നെ 4 വർഷം എന്ന് പറയുമ്പോൾ 8 സെമസ്റ്ററുകളായിട്ട് യൂണിവേഴ്സിറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെമസ്റ്റർ വൈസ് ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയും അസൈൻമെന്റ് സബ്മിഷൻ എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം സാധാരണ ഓപ്പൺ സർവകലാശാലകളെല്ലാം ഇയർലി ആണ് പരീക്ഷകൾ നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളെല്ലാം പരീക്ഷ നടത്തുന്നത് സെമസ്റ്റർ വൈസ് ആണ്. അപ്പൊ 4 വർഷം 8 സെമസ്റ്ററുകളിലായിട്ട് നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതിന്റെ കാലാവധി വരുന്നത് 4 വർഷം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്ട് അനാലിസിസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുക, ഏതൊക്കെ പേപ്പറുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സെമസ്റ്റർ 1 നിങ്ങൾ പഠിക്കുന്ന പേപ്പറുകൾ ഏതൊക്കെയായിരിക്കും? ആൻഷ്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് വളരെ കോർ ആയിട്ടുള്ള ഹിസ്റ്ററി കോർ പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്.
ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെമസ്റ്റർ 1 പഠിക്കുന്ന ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അടുത്തത് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികളും ഏതാണ് എടുക്കുന്നത് എന്നുള്ള അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആ പേപ്പർ എടുക്കാൻ ശ്രമിക്കുക രജിസ്ട്രേഷന്റെ സമയത്ത്. സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ജനറൽ എക്കണോമിക്സ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പർ എടുക്കുക ക്രിമിനോളജി. ഫസ്റ്റ് 2 സെമിസ്റ്ററുകളിലും നിങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷിന്റെ കുറച്ച് കോർ പേപ്പറുകളാണ്, അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയാണ്. എന്നാൽ തേർഡ് സെമിസ്റ്ററിലേക്ക് നിങ്ങൾ വരുമ്പോൾ ലാംഗ്വേജ് പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ലാംഗ്വേജ് പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അറബിക് എടുക്കാം, ഹിന്ദി എടുക്കാം, സാൻസ്ക്രിറ്റ് എടുക്കാം, മലയാളം എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ഒരു കോർ പേപ്പറിന്റെ പേരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ളത്. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു വാല്യൂ ആഡഡ് കോഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിലേതെങ്കിലും മഹാത്മാഗാന്ധി സ്റ്റഡീസോ ഫിനാൻഷ്യൽ ലിറ്ററസിയോ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് സെമസ്റ്റർ 4 എന്ന് പറയുന്നത്. സെമസ്റ്റർ 4 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. അതിൽ മിഡീവൽ സൊസൈറ്റി, സിറ്റുവേറ്റിംഗ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, കണ്ടംപററി വേൾഡ്, ഇന്ത്യ, ഹിന്ദി ഗദ്യ സാഹിത്യ ഓർ സാമ്രാജ്യൻ, അതുപോലെ തന്നെ ഗദ്യം, നാടകശ, ഫങ്ഷണൽ അറബിക്, മലയാള സാഹിത്യം, കവിത, കഥ, ഉപന്യാസം, നോവൽ എന്നുള്ളത്. ഇതിലും നിങ്ങൾ സെമസ്റ്റർ 4ലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ലാംഗ്വേജ് പേപ്പർ പഠിക്കുന്നുണ്ട്. അഗെയിൻ അതിൽ വാല്യൂ ആഡഡ് കോഴ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഉണ്ട്. സെമസ്റ്റർ 5ാമത്തേതിലേക്ക് വരുമ്പോൾ, 5ാം സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൂടുതലും കോർ പേപ്പറുകളാണ് പഠിക്കുന്നത്. ലൈക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, മേക്കിംഗ് ഓഫ് മോഡേൺ കേരള, അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ, അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പേപ്പറുകളാണ് നിങ്ങൾ 5ാമത്തെ സെമസ്റ്ററിലേക്ക് പഠിക്കുന്നത്. 6ാം സെമസ്റ്ററിലേക്ക് വരുമ്പോഴും അഗെയിൻ കോർ പേപ്പർ ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, എമർജൻസ് ഓഫ് മോഡേൺ വേൾഡ്, കേരള റിനൈസൻസ് പ്രോബ്ലം ആൻഡ് പെർസ്പെക്റ്റീവ്, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രൈൻസ് എന്നുള്ളത്. ഇതാണ് നിങ്ങൾ 6ാമത്തെ സെമസ്റ്ററിലേക്ക് പഠിക്കുന്നത്. 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ വളരെ ക്രൂഷ്യലാണ്. കാരണം 4 വർഷത്തെ BA ഓണേഴ്സ് ബിരുദം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ ഒരു അധിക വർഷം നമ്മൾ പഠിക്കുന്നത്. ഈ 7ാമത്തെ സെമസ്റ്ററിലാണ് നിങ്ങൾ 2 കോർ പേപ്പർ പഠിക്കുന്നു, ഹിസ്റ്ററി ആൻഡ് തിയറി, കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ, ആൻഡ് ഇന്റേൺഷിപ്പ്, വൊക്കേഷണൽ സ്കിൽ എൻഗേജ്മെന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, പ്രൊജക്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. അതായത് എല്ലാ ഓപ്പൺ സർവകലാശാലകളിലും അങ്ങനെ പ്രൊജക്ട് സബ്മിഷൻ ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UGക്കും PGക്കും പ്രൊജക്ട് സബ്മിഷൻ ഉണ്ട്. സോ ആ ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പേപ്പറാണ്, ഒരു റിസർച്ച് പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത്. പിന്നെ സെമസ്റ്റർ 8ലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള, റിസർച്ച് മെത്തേഡ്സ് ഇൻ ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഇൻ ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പർ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ സോഷ്യൽ റെവല്യൂഷൻ ഇൻ മോഡേൺ വേൾഡോ. അപ്പം 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്ററിൽ കൂടുതലായിട്ടും റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്നു, പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇവർ 8 സെമസ്റ്ററുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഹിസ്റ്ററിയുടെ സിലബസ്. ഒറ്റ ഗ്ലാൻസിൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബുലർ കോളം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ സബ്ജക്റ്റും എന്താണ് ക്രെഡിറ്റ് പോയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ഫീസ് അടയ്ക്കണം. BA പേപ്പറുകൾക്ക് ഉള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൽ 4830 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഓരോ സെമസ്റ്ററിലും 2800 രൂപയോളം നിങ്ങൾ ഓരോ സെമസ്റ്ററിലും അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഫീസിൽ ചില ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സെമസ്റ്ററിലാണ് നമ്മൾ അത്രയും രജിസ്ട്രേഷൻ ഫീയും ഉൾപ്പെടെയല്ല നമ്മൾ അത്രയും രൂപ അടയ്ക്കുന്നത്. പിന്നെയുള്ള ഓരോ സെമസ്റ്ററുകളിലും ഓരോ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പറയും. ആ സമയത്താണ് നിങ്ങൾ ഓരോ സെമസ്റ്ററിന്റെയും ഫീസ് നിങ്ങൾ അടയ്ക്കുക. അല്ലാതെ ഒരുമിച്ചിട്ടല്ല നമ്മൾ ഫീസ് അടയ്ക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സും നിങ്ങൾ കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണർ സെന്ററിൽ നിന്നാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഹിസ്റ്ററി പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശം ഒരു 3 വർഷമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ BA ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി പ്ലസ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഫീഡ്ബാക്സും നമുക്ക് അവൈലബിൾ ആണ്. വളരെ
ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി പോലുള്ള പേപ്പറുകൾ നിങ്ങൾക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻസും കൂടി നിലനിൽക്കെ നമ്മൾ മലയാളത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈവ് സെഷനുകൾ ഉണ്ട്, അതുപോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ്സ് വളരെ ടാസ്ക് ഉള്ളതാണ്. അപ്പൊ അസൈൻമെന്റ് സപ്പോർട്ട്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പം എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവേശത്തിൽ ചേരും, പിന്നീട് അത് പ്രോപ്പറായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ സ്ഥാപനം നിലകൊള്ളുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക, നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഹിസ്റ്ററി എടുക്കാൻ പോകുന്ന എല്ലാവർക്കും കൂടുതലായിട്ടും ഇതിനെ കുറിച്ചിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്.